വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഇർഷാദ്. ഞാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ഫിസിക്സിൻ്റെ ഫാക്കൽറ്റിയാണ്. ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഞാൻ എങ്ങനെ സെറ്റ് എക്സാം ക്ലിയർ ആയി എന്ന് പറയാനാണ്. എൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു, എൻ്റെ ആ ജേണിയിലുള്ള ഫീൽ എന്തായിരുന്നു, അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിന്ന് നിങ്ങളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ 2018 PG പാസ് ഔട്ട് ആകുന്നത്. അതിനുശേഷം 2 വർഷം സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ചെയ്തു. അതിനുശേഷം 2020 B.Edന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധം 2 വർഷമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം 2020-22 കാലഘട്ടത്തിലാണ് ഞാൻ സെറ്റ് എക്സാം ആദ്യമായിട്ട് എഴുതുന്നതും ക്രാക്ക് ചെയ്യുന്നതും. അപ്പം ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ LBSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പം എന്ത് ചെയ്തു, വെബ്സൈറ്റിൽ പോയിട്ട് LBSൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് സിലബസ് എടുത്തു. സിലബസ് പ്രിൻ്റ് എടുത്തപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി. മാത്തമാറ്റിക്കൽ ഫിസിക്സ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ന്യൂക്ലിയർ, സോളിഡ് സ്റ്റേറ്റ്, അങ്ങനെ ഓരോന്നിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഒന്നാമത്തെ കാര്യം, അതായത് വെയിറ്റേജ്. അതിനുശേഷം എന്ത് ചെയ്തു, അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ, ഞാൻ ഓരോ ഏരിയ നോക്കി അതിൻ്റെ അകത്ത് എന്താണ് സബ് ഏരിയാസ് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കൊണ്ടുവന്നു. അതിൻ്റെ ആൻസർ കീസും നമുക്ക് അവൈലബിൾ ആണ്. ഓരോന്നിൻ്റെയും ഉത്തരം എങ്ങനെ വന്നു എന്ന് അറിയാൻ സാധിക്കത്തില്ല. ഈവൻ എനിക്ക് ആ സമയത്ത് 2 വർഷം എനിക്ക് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഗ്യാപ്പ് വന്നതുകൊണ്ട് ഈവൻ നിസ്സാരമായിട്ടുള്ള പ്രോബ്ലംസ് പോലും എങ്ങനെയാണെന്ന് എനിക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതായത് സമയം ഒരുപാട് എടുത്തു. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ പഴയ PGയുടെ നോട്ട്സും അതുപോലെ തന്നെ ആ ഉപയോഗിച്ച മെറ്റീരിയൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതെല്ലാം തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്തു, നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. നോട്ട്സ് ഉണ്ടാക്കി മെയിനായിട്ടുള്ള ഏരിയയിൽ നിന്ന് മാത്രം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി. ബോണ്ട് പേപ്പർ 2 മടക്കിയിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി. എന്നിട്ട് ഓരോ പോർഷനും പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം ആദ്യം ഞാൻ നോക്കിയത് സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആദ്യമൊക്കെ ബേസിക് നോളജ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, പ്രോസസ് ലെവലിലേക്കും ആപ്ലിക്കേഷൻ ലെവലിലേക്കുമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആദ്യം സിലബസിനെ കുറിച്ച് ഡീപ്പായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ മുകളിൽ ആ സിലബസ് എവിടെയാണോ അപ്ലൈ ചെയ്തത് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി. അതിനുശേഷം എന്താണ്, എൻ്റെ വീക്ക്നെസ്, എൻ്റെ കയ്യിലില്ലാത്തതെന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിരുന്നു. ആ സബ്ജക്റ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് സബ്ജക്റ്റ് നോളജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആൻസർ സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം ഞാൻ നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്ന്, എൻ്റെ സബ്ജക്റ്റ് കയ്യിലില്ലാത്തതാണ്. അപ്പം നമ്മുടെ ഇപ്പോൾ സെറ്റ് എഴുതുന്ന പലരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ PG പാസ് ഔട്ട് ആയിട്ട് വളരെയധികം വർഷങ്ങളായി, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സബ്ജക്റ്റുമായിട്ടുള്ള ഗ്യാപ്പാണ് അവർ ഫേസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാനും ഫേസ് ചെയ്തത്. രണ്ടാമത് ഞാൻ നേരിട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സെറ്റ് എക്സാം എഴുതുന്ന എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ, ഒരു ഗൈഡോ ഒരു ടെക്സ്റ്റ് ബുക്കോ ഒന്നുമില്ല എന്നുള്ളത്. അത് എനിക്കും സംഭവിച്ചു. അപ്പം നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സെയിം ആണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എവിടെയാണ് നമ്മൾ വ്യത്യസ്തപ്പെടുത്തേണ്ടത്, നമ്മുടെ സ്ട്രാറ്റജീസിലാണ് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സാമിനെ കൈകാര്യം ചെയ്യേണ്ടത്. അതിന് ശേഷം വന്നു ഓരോ ഘട്ടമായിട്ട് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് സോളിഡ് സ്റ്റേറ്റും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും സ്പെക്ട്രോസ്കോപ്പിയും ആയിരുന്നു. എനിക്ക് 67-68 മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു. 120 68-67 മാർക്ക്, അതായത് കട്ട് ഓഫ് എത്രയാണോ അതിൻ്റെ 10 മടങ്ങ് എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജി. അപ്പം എനിക്ക് തോന്നിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ്റെ കുറവായിരുന്നു. ഇപ്പം നമ്മൾ ഇന്ന് 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നാളെ 10 മിനിറ്റ് ആയിരിക്കും. നാളെ 10 മിനിറ്റ് ആണെങ്കിൽ അത് പഠിക്കത്തില്ല, അതായത് റെഗുലർ അല്ലായിരുന്നു. അപ്പം ഞാൻ റെഗുലർ ആയിട്ടൊക്കെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ സ്വന്തം പഠിച്ചപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അപ്പം നമുക്ക് B.Edൻ്റെ ആക്ടിവിറ്റീസ്
ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പം അത് ഒരു ഭയങ്കര പ്രശ്നം, സ്വന്തമായിട്ട് പഠിച്ചപ്പോഴുള്ള ഏറ്റവും ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈം കൺസപ്ഷൻ തന്നെയാണ്. ഒരാളുടെ സഹായം ഇല്ലാതെ പഠിച്ചത് കൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അപ്പം നമുക്ക് കൃത്യമായിട്ട് ലെസൺ പ്ലാൻ വെക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് തേർഡ് സെമസ്റ്റർ ആണ്, നമ്മൾ സ്കൂളിൽ ഇന്റേൺഷിപ്പിന് പോകുന്ന സമയമാണ്, ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആണ്, അതായത് എനിക്ക് കൃത്യമായി ഒരു നോട്ട്സ് ഉണ്ടായിരുന്നു, ആ നോട്ട്സ് വെച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഞാൻ മോക്ക് ടെസ്റ്റ് എടുത്തു എന്ന് ചോദിച്ചാൽ മോക്ക് ടെസ്റ്റ് എടുത്തിട്ടില്ല. പക്ഷെ എന്താണ്, ഞാൻ എൻ്റെ നോളജ് വെച്ചിട്ട് ഞാനത് അസസ് ചെയ്യാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ആൻസർ ചെയ്തിരുന്നു. അപ്പോൾ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും, പ്രത്യേകിച്ച് സെറ്റ് എക്സാമിന്, കാരണം നമ്മുടെ കണ്ടന്റ് നോളജ് അല്ല, ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് നോളജ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പം സെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന ആർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതിൽ നിന്ന് ഫോക്കസ് ഏരിയ ഐഡന്റിഫൈ ചെയ്യുക, അതിനുശേഷം അതിൻ്റെ അകത്ത് കണ്ടന്റ് നോളജ് ഡെവലപ്പ് ചെയ്യുക. ആ കണ്ടന്റ് നോളജ് ഡെവലപ്പ് ചെയ്തൊന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് ടെസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് പറ്റും പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ കൂടി ഉണ്ടെങ്കിൽ. കാരണം നമ്മുടെ കണ്ടന്റ് ഇപ്പം നമ്മൾ വേറെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, കാരണം ഈ സെറ്റ് കൊണ്ട് തീരുന്നില്ല. അപ്പോൾ സെറ്റ് കഴിഞ്ഞ ഉടനെ HSST വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ലോങ് റണ്ണിലാണ് നമ്മൾ, ഇപ്പം സെറ്റ് ഓഗസ്റ്റിൽ എക്സാം വരും, ഡിസംബറിൽ HSSTയുടെ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ കുറച്ചും കൂടെ ഒരു ലോങ് റണ്ണിലാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ എന്താണ്, നല്ല ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെറ്റ് മാത്രമല്ല, ആ സെറ്റ് എവിടെയാണോ പ്രയോജനപ്പെടേണ്ട ആ HSST കൂടെ നമ്മുടെ കൂടെ പോരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ കണ്ടംപററി ആയിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ട്രെൻഡ്സിനെ കുറിച്ചൊക്കെ ഉള്ള അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം താങ്ക് യു.